ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന മൊത്തം മാക്സി ഡ്രസ്സ്, കാരണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ജൂലൈ 5th തൊട്ട് ജൂലൈ 9th വരെയാണ് കേട്ടോ. അപ്പോൾ സെയിൽസ് ആയതുകൊണ്ട് തന്നെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് എനിക്ക് അഫോർഡബിൾ റേഞ്ചിൽ പർച്ചേസ് ചെയ്ത് കയ്യിൽ കിട്ടിയത്? പ്രൈം ഡേ മെമ്പർഷിപ്പ് എടുത്തവർക്കാണെങ്കിൽ ഒരു ദിവസം മുന്നേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുക. ആമസോണിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം മുന്നേ പ്രൈം മെമ്പർഷിപ്പ്കാർക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് തന്നെയല്ല, ജൂലൈ മാസത്തിൽ നമുക്ക് വേറെയും കുറേ സെയിൽസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ എന്താണ് ഞാൻ ഈ പ്രാവശ്യം പിക്ക് ചെയ്തിരിക്കുന്നത്? നല്ല അടിപൊളി കളക്ഷൻസ്, അതും മാക്സി ഡ്രസ്സിൽ നമുക്ക് പാർട്ടിക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയാൻ പറ്റുമോ? വെസ്റ്റേൺ വെയർ എന്നും പറയാം. പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒരു മെഹന്തി ഷെയ്ഡിലാണ്. ഇതൊരു പുതിയ ബ്രാൻഡാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. നല്ല മെറ്റീരിയൽ വൈസ് ആയാലും എല്ലാതും കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അപ്പോൾ ഇതൊരു മെഹന്തി കളറിൻ്റെ ഒരു മാക്സി ഡ്രസ്സ്. അതിൽ നമുക്ക് യോക്കിൻ്റെ പോർഷൻ വരുമ്പോൾ വീനെക്കാണ് വരുന്നത്. പിന്നെ ഈ കാണുന്നത് ഫുൾ ബട്ടൺസ് ആണ്. ഈ ബട്ടൺ ഓപ്പണേബിൾ അല്ല. പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ ഒരു പോർഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ അങ്ങനെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിരിക്കുന്നത്. സ്ട്രെച്ചബിൾ ഒന്നും അല്ല കേട്ടോ, ആ ഒരു ഡിസൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്ലീവിന് നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു അംബ്രേല ടൈപ്പ്, അതിൽ പഫ്, നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ആ ഒരു സ്ലീവിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടുന്നേ ഫീൽ ചെയ്യില്ല, അത്രയ്ക്കും സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ചെറുതായിട്ട് ഒരു ലൈൻ പോയിട്ടുണ്ട് കേട്ടോ. ഒരു ലൈൻ പോയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പാർട്ടി വെയറിന് തന്നെ യൂസ് ചെയ്താൽ മതിയിട്ട്. ഇത്രയും നല്ലത് നമുക്ക് വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിയിലത്തെ പോർഷനിൽ ത്രീ ടയർ അല്ല കേട്ടോ, 4 ടയർ ആയിട്ട് വരുന്ന ഡബിൾ ഷെയ്ഡാണ് ഇത്. കൂടുതൽ നമുക്കങ്ങനെ ക്യാമറയിൽ തന്നെ നേരിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ശരിക്കും പറയുമ്പോൾ ഒരു മെഹന്തി കളർ, പക്ഷെ ഒരു ഡബിൾ ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ 4 ടയർ ആയിട്ട് വരുന്ന അടിയിലത്തെ ഒരു പോർഷനിൽ ആങ്കിൾ ലെങ്ത് വരെ ആണ് ഇതിൻ്റെ നിൽക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ ഹൈറ്റ് 5'3" ആണ്. ഇനിയിപ്പോൾ ഷോർട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ അടിയിലത്തെ ഒരു പോർഷൻ ഈ ഒരു ഫ്ലെയർ നമുക്കത് ട്രിം ചെയ്തെടുക്കാമല്ലോ. നമുക്കത് ഓൾട്ടർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഹൈറ്റ് കൂടിയതാണെങ്കിൽ കുറച്ചുകൂടിയും എന്താ പറയുക, നമുക്ക് കുറച്ച് ആങ്കിൾ ലെങ്ത് അല്ലെങ്കിൽ നീ ലെങ്ത് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും 5'3" ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. ഇനി ഇത് ജോർജറ്റിൻ്റെ നല്ല ടൈപ്പ് ഷിമ്മറി ടൈപ്പ് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു ബനിയൻ സ്റ്റഫ് ലൈനിങ് ആണ് കേട്ടോ. സീ ത്രൂ ഒന്നല്ല, നല്ല കംഫർട്ടബിളും ആണ്. അതുപോലെ തന്നെ ഞാൻ മേടിച്ച സൈസ് ലാർജാണ്. ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ പുതിയ ബ്രാൻഡാണ് ഞാൻ ട്രൈ ചെയ്തത്. സ്റ്റൈലി ബ്രാൻഡിൻ്റെ ഞാൻ ഇനിയും കുറേ മേടിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. എന്തായാലും ഓവറോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഹോളത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻ. ഇനി റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് മാത്രം ഇത്തിരി ശകലം കൂടിയിട്ടുണ്ട്, ഒരു 1000 സംതിങ്. ബാക്കിയുള്ളതൊക്കെ 1000 ഉള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് മാക്സി ഡ്രസ്സിൽ. ഇനി അടുത്ത ഒരു കളക്ഷൻ എന്ന് പറയണത് നമുക്ക് ബോട്ടൽ ഗ്രീൻ ഷെയ്ഡിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു മാക്സി ഡ്രസ്സിന് പറയാൻ പറ്റില്ല, ഇതും ആങ്കിൾ ലെങ്ത് തന്നെ വെസ്റ്റേൺ വെയർ ആയിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ നെക്ക് നോക്കുകയാണെങ്കിൽ വി നെക്കാണ് വരുന്നത്. പിന്നെ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ മൊത്തം നമുക്ക് ഓപ്പണേബിൾ ആണ്. അടി വരെ എവിടം വരെ ബട്ടൺ പോകണോ ആ ബട്ടൺ ഫുൾ ഓപ്പണേബിൾ ആണ്. പിന്നെ സ്ലീവ് ഷോർട്ട് സ്ലീവാണ്. പഫിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേസ്റ്റ് പോർഷനിൽ നമുക്ക് എലാസ്റ്റിക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മേടിച്ച സൈസ് ലാർജാണ്. എനിക്ക് ഇവിടെ നിന്ന് കൊണ്ട് ഒരു പൊടിക്ക് ഇങ്ങനെ ലൂസായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നമ്മുടെ ഈ ഷോൾഡറിൻ്റെ പോർഷനൊക്കെ കുറച്ചുകൂടി ലൂസായിട്ട് ഫീൽ ചെയ്തു. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ കഴിഞ്ഞാൽ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ചെറിയ സൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര കിഡ്സായിരിക്കും. പിന്നെ ഈ എലാസ്റ്റിക്കിൻ്റെ പോർഷൻ പിന്നെ ചെറുതായിട്ട് ടമ്മിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ
ടമ്മിയൊക്കെ പുറത്തേക്ക് ചാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ കുഴപ്പമില്ല, പെർഫെക്റ്റ്. എനിക്ക് എൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ഈ ഒരു പോർഷൻ ചെറുതായിട്ടൊരു ലൂസ്, അത് നിങ്ങൾക്ക് ട്രൈ ഓണിൽ കാണാൻ പറ്റും. അത്ര വൃത്തികേടായിട്ട് അങ്ങനെ തോന്നണില്ല, പക്ഷേ ഓവറോൾ എനിക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട്. ബോട്ടൽ ഗ്രീൻ ഷെയ്ഡ്, ആങ്കിൾ ലെങ്ത് വരെ വരുന്നതാണ്. ഇനി മെറ്റീരിയൽ അറിയണ്ടേ? മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രഷ് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ആമസോണിൽ നമുക്ക് കാണുമ്പോൾ അതിൽ പോളിസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പോളിസ്റ്റർ അല്ല, ഇത് ക്രഷ് ക്രേപ്പ് മെറ്റീരിയലാണ്. അത് കൂടാണ്ട് ക്രഷ് ക്രേപ്പ് മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ഇങ്ങനെ കംഫർട്ടബിൾ ആണ്, നമുക്ക് ഇട്ടു എന്ന് അങ്ങനെ തോന്നില്ല. പിന്നെ അത് തന്നെയല്ല, മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പായിട്ടുള്ള മെറ്റീരിയൽ കൂടിയാണ്. വൺ സൈഡ് ഇതിൻ്റെ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ, റൈറ്റ് സൈഡിലായിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആങ്കിൾ ലെങ്ത് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്പണേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെറ്റർനിറ്റി ആയിട്ടും യൂസ് ചെയ്യാം. പാല് കൊടുക്കണമെങ്കിൽ പാലും കൊടുക്കാമല്ലോ ഇത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ സൈസ് ലാർജ്. റേറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൽ കയറി നോക്കി അറിയാൻ പറ്റും. കാരണം എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കില്ല. പിന്നെ അതൊന്നും തന്നെയല്ല, ഇപ്പോൾ ജൂലൈ മന്തിൽ നമുക്ക് 3 സെയിൽ വരുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 5th തൊട്ട് 9th വരെയാണ്. അത് കൂടാണ്ട് നമുക്ക് പ്രൈം ഡേയുടെ ഒരു സെയിൽ നടക്കുന്നുണ്ട്, പിന്നെ ഒരു ബ്യൂട്ടി സെയിലും കൂടി നടക്കുന്നുണ്ട്. അതൊക്കെ ഇനി വഴിയെ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ സെയിൽ മിസ്സാക്കണ്ട, നല്ലൊരു സെയിലാണ്. അതും 9th വരെയുള്ളൂ. അത് കൂടാണ്ട് നമുക്ക് ഈ സെയിലിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് 50% ഓഫ് വരുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു എക്സ്ട്രാ അപ് ടു 5% ഓഫും കൂടി വരുന്നുണ്ട്. പിന്നെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്കാണെങ്കിൽ 10% ക്യാഷ് ബാക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ സെയിൽ മിസ്സാക്കണോ? വേണ്ടല്ലോ, 9th വരെ ഉണ്ട്, വേഗം പർച്ചേസ് ചെയ്തോ. അപ്പോൾ ഇനി അടുത്ത ഒരു കളക്ഷനിലേക്ക് കിടക്കാം. അടുത്ത ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇതും ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള, സ്ലീവ്ലെസ് ആണെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട, നമുക്ക് ഇതിനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ. ഓവറോൾ ഇതിൻ്റെ ലുക്ക് കാണാനായിട്ട് ഇതാണ്. ഇതിൻ്റെ ലുക്ക് ഇതാണെങ്കിലും നമുക്കിപ്പോൾ സ്ലീവ്ലെസ് ഇടാനായിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും കുറേ പേർക്ക്. ഈവൺ എനിക്ക് വരെ ഈ സ്ലീവ്ലെസ് ഇട്ട് പോകാനായിട്ട് ഇപ്പോൾ ഇത്തിരി അൺകംഫർട്ടബിൾ. ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താ ഒരു അൺകംഫർട്ടബിൾ പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഇന്നർ യൂസ് ചെയ്യാം, പ്ലെയിൻ ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ ട്രയലിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും നമുക്ക് ഇന്നറായിട്ട് യൂസ് ചെയ്യാം. ബ്ലാക്കോ വൈറ്റോ നമ്മുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇത് സൈസ് വരുന്നത് ലാർജാണ് ഞാൻ മേടിച്ചത്. ഞാൻ സാധാരണ എല്ലാം സൈസ് എൻ്റെ ലാർജാണ് മേടിക്കാറ്. അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഞാൻ ഇത് മേടിച്ചതാണ്. പക്ഷേ ഇത് ഭയങ്കര ടൈറ്റാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ സിബ് കൊടുത്തിരിക്കുന്നത്. ഈ സിബ് എനിക്ക് പൂട്ടാനേ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ XL മേടിക്കേണ്ടി വരും അതിൻ്റെ അർത്ഥം. ഇത് ഫുള്ളാണ് കേട്ടോ. ഓവറോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ഒരു മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ സെൽഫ് ഡിസൈനാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ സെൽഫ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കര എനിക്കിത് വിടാനേ തോന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യാനേ തോന്നില്ല, അത്രയ്ക്കും നല്ല മെറ്റീരിയൽ. പക്ഷേ നിവൃത്തിയില്ല, എക്സ്ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഇത് ലാർജ് ഞാൻ മേടിക്കേണ്ടത് XL ആണെങ്കിൽ ഇപ്പോൾ കിട്ടാനുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കിട്ടണ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, വേറെ നിവൃത്തിയൊന്നുമില്ല. കളർ വൈസും ഇത് ഇങ്ങനത്തെ ഒരു കളർ എൻ്റെ കയ്യിൽ ഇല്ലാതാണ്. എന്തായാലും ഓവറോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ നിങ്ങൾ സ്മോൾ സൈസോ അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെ ഉപയോഗിക്കുന്നത് അവർക്കുള്ള സൈസസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ലാർജ് സൈസാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ഒരു സൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സൈസിൽ നിന്ന് ഒരു സൈസ് അപ്പ് മേടിച്ചാൽ മതി. ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ഇതാ, കിത്തിച്ചിയാ എന്തോ, എന്തായാലും നിങ്ങൾ വായിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ സ്ട്രൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ബാക്ക് സൈഡാണ് ഇതിൻ്റെ സിബ്. ഓവറോൾ അടിപൊളിയാണ്. 4 ടയറായിട്ട് വരുന്ന ഒരു അടിപൊളി മാക്സി ഡ്രസ്സ്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്നർ എവിടെ വരെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇന്നർ നോക്കുകയാണെങ്കിൽ ബനിയൻ സ്റ്റഫിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്നർ ബനിയൻ സ്റ്റഫ് അല്ല കേട്ടോ, പോളിസ്റ്റർ.
പോളിസ്റ്റർ ആണ് ഇതിൻ്റെ ഇന്നർ വരുന്നത്. ഇന്നർ നമുക്ക് നീ ലെങ്ത്തിൻ്റെ മുകളിലേക്കായിട്ട് വരാം. നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ഷോർട്ട്സൊക്കെ ഇടില്ലേ, ട്രൗസറൊക്കെ ഇടില്ലേ, ആ ഒരു ലെങ്ത്തിലേക്കാണ് വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ്. ഓവറോൾ ഇഷ്ടമായി. നല്ലൊരു ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സസൈസ് എപ്പോൾ വരുന്ന വെച്ചിട്ട് നോക്കിയിരിക്കാൻ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് അടിപൊളി. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സംതിങ് 800 900 ആ ഒരു റേഞ്ചിലാണ് വരില്ല. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതും നല്ല അടിപൊളി മൾട്ടി കളറിലുള്ള ഒരു മാക്സി ഡ്രസ്. എത്ര കളേഴ്സ് ഉണ്ടല്ലേ അതിൽ. പിന്നെ നമുക്ക് ഇല്ലാത്ത ഒരു കളറും. അത് ഹരപ്പ ബ്രാൻഡിൻ്റെ കൂടുതൽ അവർക്ക് ഇങ്ങനെ വെസ്റ്റേൺ വെയർസ്, മാക്സി ഡ്രസ്സ്, നീ ലെങ്ത് ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതൽ അവരുടെ കളക്ഷൻസിൽ നമുക്ക് കാണാൻ പറ്റുക. ഇത് വരുമ്പോൾ സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ആയാലും നമുക്ക് ഉള്ളിൽ ഇന്നർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ സൈസ് മേടിച്ചത് ലാർജാണ്. ലാർജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റാണ്. ഇനി ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. ഇത് ലെങ്ത് ഇത്തിരി കൂടിപ്പോയി, അതാണ് ഇതിൻ്റെ പ്രശ്നം. നെക്ക് നോക്കുകയാണെങ്കിൽ ബെൽറ്റ് പോലത്തെ സംഭവം നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സൈഡ് സിബാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. പക്ഷേ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. എൻ്റെ ഹൈറ്റ് വരുന്നത് 5'3" ആണെങ്കിൽ ഇതിൽ ഒരു 2.5 ഇഞ്ചിൻ്റെ ഹീലിട്ടിട്ട് പോലും എനിക്ക് ഫ്ലോറിൽ മുട്ടിയിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഹൈറ്റുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ, ഉള്ളിൽ ബനിയൻ സ്റ്റഫിൻ്റെ ഇന്നറാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് ഹൈറ്റുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല പാർട്ടി വെയറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് അടിയിൽ ട്രിം ഓൾട്ടർ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അടിയിൽ ഓൾട്ടർ ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. പിന്നെ അത് അടി വരെ നമുക്ക് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും എനിക്കിത് പറ്റില്ല. ഒരു 2.5-3 ഇഞ്ചിൻ്റെ ഹീൽ ഇട്ടാലും ഇത് നടക്കില്ല. അപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി അടുത്ത കളക്ഷനിലേക്ക് കിടക്കാം. അടുത്തതും മാക്സി ഡ്രസ്സ് തന്നെയാണ്. മാക്സി ഡ്രസ്സിൽ നല്ല അടിപൊളി ഫോറസ്റ്റ് കയറിയ ഒരു ഫീലല്ലേ. ഫുൾ ഗാർഡൻ ഫുൾ മാക്സി A-ലൈൻ ഡ്രസ്സാണ്. അതുപോലെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവിൽ ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് എലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത്. അതുതന്നെ എലാസ്റ്റിക് നമുക്ക് ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ജോർജറ്റ് മെറ്റീരിയലാണ്. മെറ്റീരിയൽ തന്നെ ഈ പ്രിൻറ്റുള്ളത് കൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോവില്ല. ലാരെ ബ്രാൻഡാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ ടക്കുള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് ഷേപ്പിൽ കിടക്കും. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കയറിയില്ല. കാരണം ഞാൻ മേടിച്ച സൈസ് ലാർജ് ആയിരുന്നു, എനിക്ക് കിട്ടിയത് സ്മോൾ. അതുകൊണ്ട് തന്നെ എനിക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മോൾക്കൊക്കെ ഇട്ട് നോക്കിയിട്ട് അവൾക്കൊക്കെ നല്ല അടിപൊളിയായി. പക്ഷേ ലെങ്ത് വൈസ് കുറച്ച് കൂടുതലായി പോയി. അപ്പോൾ ഇത് കണ്ടോ, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഫുൾ പ്രിൻറ്റഡ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈനിങ് ബനിയൻ സ്റ്റഫാണ്. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്തായാലും ഇത് ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് സൈസ്, പക്ഷേ എനിക്ക് കിട്ടിയത് സ്മോൾ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ലാർജ് സൈസ് മേടിക്കുന്നതായിരിക്കും. അപ്പോൾ സെയിൽ നടക്കുന്ന കാര്യം മറക്കണ്ട. ജൂലൈ 5th തൊട്ട് ജൂലൈ 9th വരെ. അതുപോലെ തന്നെ ഈ മാസം തന്നെ നമുക്ക് ഇഷ്ടം പോലെ സെയിൽസ് വരുന്നുണ്ട്. ഇതല്ലെങ്കിൽ അടുത്തതിൽ പിടിക്കാം, അടുത്തതല്ലെങ്കിൽ അടുത്തതിൽ പഠിക്കാം. പക്ഷേ ഈ സമയത്ത് സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാഷ് ബാക്ക് 10% പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്ക്, അല്ലാത്തവർക്കാണെങ്കിലും നല്ല ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 5% നമുക്ക് ഓഫും വരുന്നുണ്ട്. അങ്ങനെ ഓഫറുടെ കളികളാണ്. അപ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ മിസ് ചെയ്യേണ്ട ഈ ഒരു സെയിൽ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.